ഈ തിരക്ക് പിടിച്ച ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? അത് ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാല് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഒന്നാമത് ഇപ്പോ ഞങ്ങള് കണ്ട് ശീലിച്ച അതാണ്. ചെറുപ്പം തൊട്ട് തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ബാപ്പുള്ള കാലത്ത് അന്ന് ഞാൻ വളരെ ചെറുതാണ്. എന്നാലും ബാപ്പായെ നേരിട്ട് കാണുക വളരെ അപൂർവമായിരുന്നു. പിന്നെ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ കാലത്താകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുതിർന്നു. ശിഹാബ് തങ്ങളുടെ ജീവിതവും കൂടുതൽ കാറിലായിരുന്നു എന്നാണ് നമ്മളൊക്കെ തമാശയായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഒന്നാമത് ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പോകും. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഒരു ദൗത്യം എന്നുള്ളത്. ഒരിക്കലും യാത്ര ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടില്ല. വീട്ടിലുണ്ടാവും ഞങ്ങള്. ആഴ്ചയിൽ നിർബന്ധമായി ഒരു ദിവസം വീട്ടിലുണ്ടാവും. ചൊവ്വാഴ്ച ദിവസങ്ങൾ നിർബന്ധമായിട്ട് വീട്ടിലുണ്ടാവും. പിന്നെ അതുപോലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ രാവിലെ 10-11 മണി വരെ വീട്ടിലുണ്ടാകുന്ന ശേഷമാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത്. പിന്നെ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാലോ പ്രോഗ്രാമുകളൊക്കെ വളരെയേറെ കൂടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, പൊതുവെ എല്ലാ പാർട്ടികളുടേതായാലും സംഘടനകളുടേതായാലും പ്രത്യേകിച്ച് കൊറോണക്കൊക്കെ ശേഷം അതിന്റെ നമ്മുടെ ഭാഷയെ പറയാം കലാ കിട്ടുകയെന്ന് പറയല്ലോ. കൊറോണ കുറെ ലീവായിരുന്നു. അതൊരു കലാ കൂട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരിപാടിയുടെ ഒരു വലിയ കുത്തൊഴുക്കിപ്പുണ്ട്. അപ്പൊ അതിന് പറ്റാവുന്നിടത്തൊക്കെ പോവും. അങ്ങനെയുള്ള ഒന്നാണ്. എന്നാലും ഒരു മടുപ്പ് തോന്നാറില്ല. ഓരോ യാത്ര കഴിഞ്ഞ് ഒരു രാത്രി കിടന്നുറങ്ങിയാലും പിന്നെ പിറ്റേന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എണീറ്റ് പിറ്റേന്നത്തെ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കുവാൻ സാധിക്കും.